ഹായ് കൂട്ടുകാരെ, ഇത് കണ്ടില്ലേ എൻ്റെ അച്ചിമാങ്ങ അച്ചാർ. 2 ദിവസം മുമ്പ് ഞാൻ ഈ അച്ചിമാങ്ങയൊക്കെ വൃത്തിയാക്കി കഴുകി അരിയുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ അച്ചിമാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ഒത്തിരി മെസ്സേജ് എനിക്ക് വന്നായിരുന്നു, എവിടെ അച്ചാർ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇതായി അച്ചാർ ഉണ്ടാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ മാങ്ങ മാവിൻ്റെ ചുവട്ടിലിങ്ങനെ കൊഴിഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ടാവും. അതൊന്നും അടിച്ചു വാരി ദൂരെ കളയണ്ട, നിങ്ങളതൊക്കെ എടുത്ത് വൃത്തിയാക്കി. ഇതിപ്പോൾ അരിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ, കാരണം നമുക്കിത് അച്ചിമാങ്ങയായ കാരണം അതിൻ്റെ തൊലി കളയണം. ആ തൊലിക്കൊരു കയ്പുണ്ടാവും, അതുകൊണ്ട് തൊലി കളയണം. ചിലവരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു എന്തിനാ മാങ്ങേൻ്റെ തൊലി കളയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അച്ചിമാങ്ങ ആയ കാരണം, ഈ അച്ചിമാങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താണ് അച്ചിമാങ്ങ. അച്ചിമാങ്ങ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മാങ്ങ, അതായത് ഈ അണ്ടിക്ക് കൂട് കെട്ടാത്ത ഒരു മാങ്ങയില്ലേ. അപ്പോൾ നമുക്കിങ്ങനെ മാങ്ങ മുറിക്കുമ്പം അണ്ടിയടക്കം മുറിച്ച് വരുന്നത്, അതിനാണ് അച്ചിമാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാങ്ങേൻ്റെ ഈ തൊലിക്ക് ഭയങ്കര കയ്പ്പായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞത് കേട്ടോ. പിന്നെ ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമുക്ക് ഇതിനകത്തിപ്പോൾ ഞാൻ എന്തായിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ അച്ചാർ പൗഡർ, ഇത് കായപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി നല്ലോണം മൂപ്പിക്കണേ. മൂത്തിട്ട് അതിലേക്ക് വേണം ഈ മാങ്ങ ഇടാൻ. മാങ്ങ ഇട്ടിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് ഇളക്കിയാൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് പിന്നെ ഇതിൽ ആപ്പിൾ വിനീഗറാണ് ഒഴിച്ചത്. ആപ്പിൾ വിനീഗർ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ സ്റ്റവ് ഓഫാക്കി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചൂടാറിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാം, ഒന്നും ആവില്ല. അത് എന്താ പറയുക, നന്നായിട്ട് മൂടിക്കെട്ടി വെച്ചാൽ മതി, കാറ്റ് കിടക്കാതെ. അപ്പം നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. വെറുതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന അച്ചാറിനൊക്കെ നല്ല വിലയാണ്. അതൊക്കെ നല്ലതായിരിക്കില്ല, കെമിക്കലായിരിക്കും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ്, നമ്മൾ മാങ്ങ കാശ് കൊടുത്തൊന്നും വാങ്ങൊന്നും വേണ്ട. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വീട്ടിൽ. ഓക്കെ, എൻ്റെ അച്ചിമാങ്ങ അച്ചാർ നിങ്ങൾ പരീക്ഷിക്കുക. ബൈ ബൈ.